ടൈം TV ന്യൂസിലേക്ക് സ്വാഗതം. വടകര ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാർക്ക് ബെഞ്ചുകൾ നൽകി ലയൺസ് ക്ലബ്ബ് ഓഫ് വടകര തർജനി. വീടിനലങ്കാരമായ ഫർണിച്ചറുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഞങ്ങൾ പണിയുന്നു. നിങ്ങളിലെ കലാഹൃദയം, നിങ്ങളിലെ ആഗ്രഹങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ. ഞങ്ങളുടെ വിദഗ്ധരായ ഡിസൈനേഴ്സ് അവ പൂവണിയിക്കുന്നു. ഒലിവിയ വുഡ്സ്, കസ്റ്റമൈസ്ഡ് ഇന്റീരിയർ ഫർണിഷിംഗ് ആൻഡ് വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിംഗ്, ഹിൽ ബസാർ റോഡ്, മുച്ചുകുന്നം. നിശബ്ദ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ലയൺസ് ക്ലബ്ബ് എന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. കൽപ്പാത്തി രഥോത്സവത്തിന് ഒരു വർഷവും ഞാൻ മുടങ്ങിയിട്ടില്ല. എല്ലാ വർഷവും ഞാൻ തേരിന് അവിടെ പോയിട്ടുണ്ട്. തേരിൻ്റെ നടത്തിപ്പ് മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവിടെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ റുട്ടീനുണ്ട്. പാലക്കാട് MLA ആയിരുന്നപ്പോൾ റുട്ടീനായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഐ ബിലീവ് ഐ എം സ്റ്റാർട്ടിങ് എ ന്യൂ റുട്ടീൻ ഇൻ വടകര. ആ പാലക്കാട്ടെ റുട്ടീനിൽ ഒന്നായിരുന്നു എല്ലാ വർഷവും ലയൺസ് ക്ലബിന്റെ പല ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളത്. ആ ഒരു റുട്ടീൻ ഞാൻ വടകരയിലും ആരംഭിക്കുകയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ പരിപാടിയും എന്നെ വിളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല ഇനീഷ്യേറ്റീവ്സിന്റെ കൂടെ കൂടാനുള്ള ഒരു കാര്യം. മദർ തെരേസയുടെ ഒരു കോട്ടുണ്ട്, ഐ ഡോണ്ട് ഡു ഗ്രേറ്റ് തിങ്സ് ബട്ട് ഐ ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ്. ഞാൻ വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി കാത്തു നിന്ന ഒന്നും ചെയ്യലുണ്ടാവില്ല. A series of small things with great impact will make you അപ്പോഴാണ് നമ്മുടെ ഗ്രേറ്റ്നെസ് ഉണ്ടാവുന്നത്. അത് ശരിക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ലയൺസ് ക്ലബ്ബ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വലിയ ബഹളങ്ങളും ഈ പറഞ്ഞതുപോലെ വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലെങ്കിലും കൺസിസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയി ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും അത് ഒരു ഇടതടവുകളില്ലാതെ പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു. അത് എല്ലാ വർഷവും ഓരോ പുതിയ പ്രസിഡന്റ് വരുമ്പോഴും ഓരോ പുതിയ കമ്മിറ്റി വരുമ്പോഴും ഞാൻ ഇത്രയും കൂടുതൽ പാസ്റ്റ് പ്രസിഡന്റ്സിനെയും പാസ്റ്റ് ഗവർണറെയും കണ്ട മറ്റൊരു ഓർഗനൈസേഷൻ ഇല്ല. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ പിന്നെ അടുത്ത ആൾക്ക് കൊടുക്കാൻ ഇച്ചിരി പാടാ, കുറെ കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുള്ളൂ. പക്ഷെ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട നാടിനെ വീണ്ടെടുക്കുവാൻ ഷാഫി നടത്തിയ അഭ്യർത്ഥനയെ തുടർന്ന് വേദിയിൽ വെച്ച് തന്നെ വീട് നൽകാമെന്ന് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുജിത് പ്രഖ്യാപിച്ചു. ഇവിടെ വന്നു, MP ഇവിടെ വന്നില്ലെങ്കിൽ ഈ കാര്യം നടക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വന്നത്. ഞാനില്ലെങ്കിൽ അത് നടക്കൂല എന്നാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്നാൽ പിന്നെ ആക്കാം എന്ന് വിചാരിക്കാം. പക്ഷെ ഇത് നടക്കുമ്പോൾ എനിക്കും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, ഈ പറഞ്ഞ നല്ലൊരു ആക്ടിവിറ്റിയുടെ ഭാഗമാവുക. രണ്ട്, എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്കൊരു നിരന്തര തലവേദനയാവാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്നുള്ള ഉറപ്പും വാക്കും കൂടെ ഞാനിവിടെ തരാനാകുന്നത്. ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യിപ്പിക്കാനുള്ളൊരു ശ്രമം ഞാൻ നടത്തും. ബിഗിനിങ് വിത്ത് മൈ ഫസ്റ്റ് റിക്വസ്റ്റ് ബിഫോർ യു. പിന്നെ നമുക്ക് സുവിത്തേട്ട, പിന്നെ വെലങ്ങാടുണ്ടായ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ പോയാൽ തന്നെ അറിയുള്ളൂ. ഞാനിത് പറയുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവും. വെലങ്ങാടിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കരുത്തു പകരുന്ന ഒരു വാക്കുകളാണ് MPയിൽ നിന്ന് വന്നത്. ഞങ്ങൾ തീർച്ചയായും ഒരു വീട് വടകര കൊടുക്കുമെന്ന് ബഹുമാനനായ MP അറിയിക്കുകയാണ്. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സരള നായർ ബെഞ്ചുകൾ ഏറ്റുവാങ്ങി. തർജനി പ്രസിഡന്റ് മീനാക്ഷി മല്ലിക അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ സർവീസ് പ്രോജക്റ്റുകളിൽ ഒന്നായ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ രോഗികൾക്ക് കൂട്ടിനിരിക്കുന്നവർക്കായിട്ടുള്ള 50 ബെഞ്ചസ് ഹോസ്പിറ്റലിന് കൈമാറുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. തർജനിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഏറെ സന്തോഷത്തോടെ കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. സെക്രട്ടറി ശില്പ വിവേക് സ്വാഗതം പറഞ്ഞു. പല പ്രധാനപ്പെട്ട ദിവസങ്ങളിലും മഹത് വ്യക്തികളെ ആദരിക്കാനും കായിക മത്സരത്തിൽ പങ്കെടുത്ത് വിജയം നേടാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡയബറ്റിക് ഡേയിലും ചിൽഡ്രൻസ് ഡേയിലും നവംബർ 14 ഞങ്ങൾ നടത്തിയ വ്യായാമ പരിശീലന ക്യാമ്പുകൾ വേൾഡ് റെക്കോർഡ് നേടിയത് അഭിമാനപൂർവ്വം പങ്കുവയ്ക്കുന്നു. വിലങ്ങാട് ക്യാമ്പ് സന്ദർശിച്ച വിവരവും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയൊരു തുക ഒരു ദിവസം കൊണ്ട് തന്നെ നൽകി ഞങ്ങൾ മാതൃകയായിട്ടുണ്ട്. ലയൺസ് ക്ലബ്ബ് ഓഫ് വടകര തർജനിയുടെ
ഫസ്റ്റ് പ്രോജക്റ്റായ 50 ബെഞ്ചുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്ന രോഗികളുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു തുടക്കമായിട്ട് കരുതുന്നു. ഇനി ഇതുപോലെ നല്ല നല്ല പ്രോജക്റ്റുകളായിട്ട് ഞങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരുടെയും സ്നേഹം. അഡ്വക്കേറ്റ് സാജ് മോഹൻ, അഡ്വക്കേറ്റ് വിജിത ബൽരാജ്, ജോയിന്റ് സോൺ ചെയർപേഴ്സൺ പ്രശാന്തി, ട്രഷറർ റീന രാജൻ, ചാർട്ടർ പ്രസിഡന്റ് മിനി PS നായർ, സർവീസ് ചെയർപേഴ്സൺ സന്ധ്യ ജയരാജ്, രമാ ബാലൻ, PKC അഫ്സൽ എന്നിവർ പങ്കെടുത്തു. വടകര ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമുക്ക് ബൈസ്റ്റാൻഡേഴ്സുള്ള ബെഞ്ചസ് ആണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മൾ കൊടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ആൾക്കാരെ കാണുമ്പോഴും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അധികൃതരുടെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും ഒക്കെ നമുക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തപ്പോഴൊക്കെ മനസ്സിലായ ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഴയതിനേക്കാളൊക്കെ എത്രയോ മനോഹരമായ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഹോസ്പിറ്റൽ. പക്ഷെ ഇപ്പം നമുക്ക് അവരുടെ മുമ്പിൽ നിൽക്കുന്ന കുറേ ആവശ്യങ്ങളിലൊന്നും ഇതായിരുന്നു. അതായത് കൂടെ നിൽക്കുന്നവർക്ക് ഇരിക്കാനോ ചിന്തിക്കാനോ കിടക്കാനോ അല്ലെ സ്വസ്ഥമായിട്ട് അവരുടെ സാധനങ്ങൾ വയ്ക്കാനോ ഉള്ള ഒരു സ്ഥലം അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പം അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണിത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സൂപ്രണ്ട് ഡോക്ടർ സർല നായരുമായി ബന്ധപ്പെട്ടപ്പോൾ ബെഞ്ചസ് പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ 50 ബെഞ്ചസ് ഇവിടുത്തെ കോട്ടിനടിയിലേക്ക് അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റിയ 50 ബെഞ്ചസ് ആണ് ഇന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട MP ഷാഫി പറമ്പിൽ നിർവഹിച്ചത്. അതിൻ്റെ ഉദ്ഘാടനമാണ്. അത് ഞങ്ങളെ ഈ ഒരു ബെഞ്ചസ് പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം തന്ന ഞങ്ങളുടെ തന്നെ മെമ്പറായ ലയൺ രമാ ബാലനാണ്. അവർക്കും മെയിൻ താങ്ക്സ് കൊടുക്കുന്നു. പിന്നെ തർജനയിലെ ഓരോ മെമ്പേഴ്സും ഈച്ച് ആൻഡ് എവറി വൺ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് പ്രോമിസ് ചെയ്യുന്നു.